ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വ്യാജങ്ങളാണ്. ഇപ്പോൾ വ്യാജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്, നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ്. പക്ഷേ അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അടുത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്, ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം അത്. ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളില്ലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്ത് നിങ്ങൾക്കൊരു പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, നമ്മളുടെ പ്രതിഫലം, വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജ ആരോപണങ്ങൾ.